ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡിബെഞ്ചർ എന്ന ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് ഡിബെഞ്ചർ. ഡിബെഞ്ചറിനെ 5 പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ. സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഡിബെഞ്ചറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ദെൻ ടണർ, മോഡ്സ് ഓഫ് റിഡംഷൻ, കൂപ്പൺ റേറ്റ് ആൻഡ് ട്രാൻസ്ഫറബിലിറ്റി. അപ്പോൾ ഈ 5 ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഡിബെഞ്ചർ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഡിബെഞ്ചറിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിബെഞ്ചറിനെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബെഞ്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ സിമ്പിൾ ഓർ നേക്ഡ് ഓർ അൺസെക്യൂർഡ് ഡിബെഞ്ചർ. അപ്പോൾ എന്താണ് സെക്യൂർഡ് ഡിബെഞ്ചർ? ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പബ്ലിക്കിൽ നിന്നും അഥവാ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നും ക്യാഷ് കടം വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൽ നിന്ന് ലോൺ എടുക്കുക അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ലോൺ തരണമെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം. ലൈക്ക് സ്വർണ്ണോ അല്ലെങ്കിൽ ആധാരം അങ്ങനെയുള്ളത് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അല്ലേ, ഒരു പണയം വെക്കില്ലേ, അതേപോലെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ബാങ്കിൽ നിന്നും ക്യാഷ് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടെ കമ്പനി ലോണാണ് എടുക്കുന്നത് അല്ലേ, അഥവാ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാണ്. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നും ഫണ്ട് മേടിക്കുമ്പോൾ ആ എമൗണ്ടിന് പകരം അല്ലേ, ആ എമൗണ്ടിന് പകരം കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഡിബെഞ്ചറിനെയാണ് സെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഡിബെഞ്ചർ വിച്ച് ആർ സെക്യൂർഡ് ബൈ എ ഫിക്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദി കമ്പനി. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി വെക്കുന്നതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റോ പ്രിൻസിപ്പൽ എമൗണ്ടോ പേ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് പേ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ആ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള അസറ്റ് വിറ്റുകൊണ്ട് ക്യാഷ് റിക്കവർ ചെയ്യാൻ കഴിയും. ഓക്കെ. In such a case, security is given to the creditors for the payment of interest and repayment of capital. അതാണ് ഇവിടെ പറയുന്നത്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കും എന്നതിന് ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് കമ്പനിയുടെ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെക്യൂർഡ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഏത് അസറ്റാണ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളത് എന്ന് ട്രാൻസ്ഫർ ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ട്രാൻസ്ഫർ ഡീഡ് എന്താണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്താണ് സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബെഞ്ചർ എന്നുള്ളത് മനസ്സിലായി കാണും. കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബെഞ്ചറിനെയാണ് സെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഇനി ഈ സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ രണ്ടാമത്തെ ടൈപ്പാണ് സിമ്പിൾ ഓർ നേക്ഡ് ഓർ അൺസെക്യൂർഡ് ഡിബെഞ്ചർ. അപ്പോൾ അൺസെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂർഡ് ഡിബെഞ്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡിബെഞ്ചേഴ്സ് വിച്ച് ആർ നോട്ട് സെക്യൂർഡ് ഫുള്ളി ഓർ പാർട്ട്ലി ബൈ എ ചാർജ് ഓൺ ദി അസറ്റ് ഓഫ് ദി കമ്പനി ആർ കോൾഡ് അൺസെക്യൂർഡ് ഡിബെഞ്ചർ. അൺസെക്യൂർഡ് ഡിബെഞ്ചറിൻ്റെ കേസിൽ കമ്പനിയുടെ അസറ്റ് ഒന്നും സെക്യൂരിറ്റി ആയിട്ട് വെക്കാതെയാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത് എങ്കിൽ അതിനെ നമ്മൾ അൺസെക്യൂർഡ് ഡിബെഞ്ചർ എന്ന് വിളിക്കുന്നു. കമ്പനി ആക്ട് 2013 പ്രകാരം അൺസെക്യൂർഡ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ ഇപ്പോൾ പാടില്ല എന്നുള്ളതാണ്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായി അല്ലേ. സെക്യൂരിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ 2 സെക്യൂർഡ് ഡിബെഞ്ചറും നെക്സ്റ്റ് വൺ അൺസെക്യൂർഡ് ഡിബെഞ്ചർ. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടണർ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഈ ടണർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിബെഞ്ചറിനെ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റിഡീമബിൾ ഡിബെഞ്ചർ ആൻഡ് ഇറെഡീമബിൾ ഡിബെഞ്ചർ. അപ്പോൾ റിഡീമബിൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബെഞ്ചർ വിച്ച് ആർ റീപേയബിൾ ആഫ്റ്റർ എ സ്റ്റേറ്റഡ് പീരീഡ് ഓഫ് ടൈം ആർ കോൾഡ് റിഡീമബിൾ ഡിബെഞ്ചർ. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഡിബെഞ്ചർ റീപേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഡീമബിൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത്.
അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, തിരിച്ച് പേ ചെയ്യുന്നു, റെഡീം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റഡ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഡിബഞ്ചർ എന്ത് ചെയ്യുന്നു, റീപേ ചെയ്യുന്നു. സാധാരണ കമ്പനികൾ, ഇന്ത്യയിലുള്ള കമ്പനികളൊക്കെ റെഡീമബിൾ ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്യാറ്. അപ്പോൾ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞതിൻ്റെ ശേഷം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തന്നെ റെഡീം ചെയ്യുന്ന ഒരു ഡിബഞ്ചറാണ് റെഡീമബിൾ ഡിബഞ്ചർ എന്നുള്ളത്. അപ്പോൾ ഇറഡീമബിൾ ഡിബഞ്ചർ എന്താകും? ഇറഡീമബിൾ ഡിബഞ്ചറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെർപെച്വൽ ഡിബഞ്ചർ എന്നുള്ളത്. അപ്പോൾ ഇറഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ വിച്ച് ആർ നോട്ട് റീപേയബിൾ ഡ്യൂറിങ് ദി ലൈഫ് ടൈം ഓഫ് ദി കമ്പനി ആർ കോൾഡ് ഇറഡീമബിൾ ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ ഒരിക്കൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ പിന്നെ റീപേ ചെയ്യില്ല. അപ്പോൾ എപ്പോഴാണ് പിന്നെ റീപേ ചെയ്യുക? കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത്. എന്ന് വെച്ചാൽ കമ്പനി അടച്ചു പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ആ എമൗണ്ട് റീപേ ചെയ്യും. ഓക്കെ, സോ എന്താണ് റിഡീമബിൾ ഡിബഞ്ചർ, എന്താണ് ഇറഡീമബിൾ ഡിബഞ്ചർ എന്നുള്ളത് മനസ്സിലായി. ഒരു പീരീഡിന് ശേഷം തിരിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ റിഡീമബിൾ ഡിബഞ്ചർ, തിരിച്ചു കൊടുക്കാത്ത ഡിബഞ്ചറാണ് എന്ന് വെച്ചാൽ കമ്പനിയുടെ ലൈഫ് ടൈമിൽ തിരിച്ചു കൊടുക്കാത്ത ഡിബഞ്ചറാണ് ഇറഡീമബിൾ ഡിബഞ്ചർ. അത് പിന്നെ എപ്പോഴാണ് തിരിച്ചു കൊടുക്കുക പറഞ്ഞത്? കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത്. ക്ലിയർ. നെക്സ്റ്റ്, മോഡ് ഓഫ് റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ റിഡംഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഡിബഞ്ചറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ആൻഡ് ദ നെക്സ്റ്റ് വൺ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ. ഇപ്പോൾ കൺവെർട്ടബിൾ ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ വിച്ച് ആർ കൺവെർട്ടബിൾ ഇൻ ടു ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റി അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഹോൾഡേഴ്സ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ആർ കോൾഡ് കൺവെർട്ടബിൾ ഡിബഞ്ചർ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ ഡിബഞ്ചർ ഒരു സർട്ടൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഡിബഞ്ചർ ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ അത്തരം ഡിബഞ്ചറിനെയാണ് കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ ആകുമ്പോൾ അത് ഇക്വിറ്റി ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെ അത് ചിലപ്പോൾ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ ആവാം, അല്ലെങ്കിൽ പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചർ ആവാം. അപ്പോൾ ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും ആ ഡിബഞ്ചർ മുഴുവനായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. പാർട്ട്ലി ആകുമ്പോൾ അതിൻ്റെ ഒരു പോർഷന്, അതിൻ്റെ പകുതി അല്ലെങ്കിൽ സർട്ടൻ പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇക്വിറ്റി ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ അതർ സെക്യൂരിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തതാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ. അപ്പോൾ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ വിച്ച് ആർ നോട്ട് കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ് ഓർ അതർ സെക്യൂരിറ്റി ഓഫ് ദി കമ്പനി ആർ കോൾഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ ഡിബഞ്ചർ ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റി ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്ത ഡിബഞ്ചറിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് കൂപ്പൺ റൈറ്റ് പോയിന്റ് ഓഫ് വ്യൂ. കൂപ്പൺ റൈറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് ടൈപ്പ് ഡിബഞ്ചറാണുള്ളത്. ഫസ്റ്റ് വൺ സ്പെസിഫിക് റൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ സീറോ കൂപ്പൺ ബോണ്ട്. അപ്പോൾ ഈ സ്പെസിഫിക് റൈറ്റ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിബഞ്ചർ ആർ യൂഷ്വലി ഇഷ്യൂഡ് വിത്ത് എ സ്പെസിഫിക് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നോർമലി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഇഷ്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 10% ഡിബഞ്ചർ, 11% ഡിബഞ്ചർ, 14% ഡിബഞ്ചർ, അങ്ങനെ പറഞ്ഞിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ദിസ് സ്പെസിഫിക് റൈറ്റ് ഈസ് കോൾഡ് കൂപ്പൺ റേറ്റ്. ആ ഒരു സ്പെസിഫിക് റേറ്റ് ആണ് കൂപ്പൺ റേറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാകും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ കൂപ്പൺ റേറ്റ് ക്യാൻ ബി പേയബിൾ മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആൻഡ് ആനുവലി. അപ്പോൾ ഈ കൂപ്പൺ റേറ്റ് അഥവാ ആ കൂപ്പൺ റേറ്റിനനുസരിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ചിലപ്പോൾ മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലിയോ ആനുവലിയോ, അത് കമ്പനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കമ്പനി എന്ത് ചെയ്യും, പേ ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 14% ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 14% എന്നുള്ളതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ 14% എന്താകും, ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. സോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുള്ള ഡിബഞ്ചറിനെയാണ് സ്പെസിഫിക് റൈറ്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സീറോ കൂപ്പൺ ബോണ്ട്. ഇപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സീറോ കൂപ്പൺ ബോണ്ട് ഈസ് വൺ വിച്ച് ഡസ് നോട്ട് ക്യാരി എ സ്പെസിഫിക് റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ്.
അപ്പോൾ ഇത് ബോണ്ടാണ്. നമ്മൾ ബോണ്ടും അതേപോലെ ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ടിൽ ഒരു സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാരി ചെയ്യുന്നില്ല. പിന്നെ ഇതിനൊരു സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പറയുന്നില്ല. In order to compensate the investors, such bond are issued at a substantial discount. ഈ സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ നല്ല ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ആ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു, എന്നിട്ടത് റിഡീം ചെയ്യുമ്പോൾ പാറിലോ പ്രീമിയത്തിലോ റിഡീം ചെയ്യുന്നു. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് വാല്യൂ ആൻഡ് ദ ഇഷ്യൂ പ്രൈസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ടു ദി ഡ്യൂറേഷൻ ഓഫ് ദി ബോണ്ട്. അപ്പോൾ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്താൽ മതി, കുറച്ച് ക്യാഷ് കൊടുത്താൽ മതി, തിരിച്ച് കിട്ടുമ്പോൾ കുറച്ച് കൂടുതൽ എന്ത് ചെയ്യും, ഫേസ് വാല്യൂവിൽ ക്യാഷ് കിട്ടും. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ സീറോ കൂപ്പൺ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണെന്ന് വിചാരിക്കാം. ഇത് സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് 6 രൂപക്കാണ്, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ 6 രൂപയാണ് ആര് പേ ചെയ്യുള്ളൂ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ആരാണോ സീറോ കൂപ്പൺ ബോണ്ട് മേടിക്കുന്നവർ, അവർ കമ്പനിക്ക് 6 രൂപയാണ് പേ ചെയ്യുള്ളൂ. ഇനി കമ്പനി കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ബോണ്ട് റീപേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫേസ് വാല്യൂവിൽ റീപേ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾഡേഴ്സിന് 10 രൂപ കൊടുക്കും. ഓക്കെ, റീപേ ചെയ്യുമ്പോൾ 10 രൂപ കൊടുക്കും. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഈ ബോണ്ട് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള തമ്മിലുള്ള ഡിഫറൻസ് ഏതാണ്, ഫേസ് വാല്യൂയും ഇഷ്യൂ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള, ഇവിടെ എക്സാമ്പിളിൽ 4 രൂപയാണ് അവരുടെ ബെനിഫിറ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട് എന്നുള്ളത് പലയിടത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ കൂപ്പൺ റേറ്റ് ഓഫ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ സ്പെസിഫിക് റേറ്റ് ഓഫ് ഡിബഞ്ചർ ഉണ്ട്, അതേപോലെ സീറോ കൂപ്പൺ ബോണ്ട് ഉണ്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ട്രാൻസ്ഫറബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂ. ട്രാൻസ്ഫറബിലിറ്റി പോയിൻ്റ് ഓഫ് വ്യൂവിൽ 2 ടൈപ്പ് ഡിബഞ്ചറാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ രജിസ്റ്റേർഡ് ഡിബഞ്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ ബിയറർ ഡിബഞ്ചർ. ഇപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദി ഡിബഞ്ചർ വിച്ച് ആർ പേയബിൾ ടു രജിസ്റ്റേർഡ് ഹോൾഡേഴ്സ്. ദി നെയിം ഓഫ് ദി ഹോൾഡേഴ്സ് ഓഫ് ദീസ് ഡിബഞ്ചർ അപ്പിയർ ബോത്ത് ഓൺ ദി ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ആൻഡ് ഇൻ ദി കമ്പനീസ് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നെയിം റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അതുകൂടാതെ ആ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ആ രജിസ്റ്ററാണ് രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതിൽ ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരും അതേപോലെ തന്നെ ഏത് തരം ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ കൂപ്പൺ റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി പീരീഡ് തുടങ്ങിയതൊക്കെ ആ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ഇനി ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വേറെ ആർക്കെങ്കിലും വിൽക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഡീഡ് പ്രകാരം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ഡീഡ് പ്രകാരം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പുതുതായിട്ട് വാങ്ങിയ ആ ഡിബഞ്ചർ ആരാണോ ആ ഡിബഞ്ചർ വാങ്ങിയത്, ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേര് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് എനേബിൾ ദ കമ്പനി ടു ലൊക്കേറ്റ് സ്പെസിഫിക് പേഴ്സൺ ആസ് ഹോൾഡർ ടു ഹൂം ദ പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ആരാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ യഥാർത്ഥ അവകാശി, ആർക്കാണ് ഇനി ഈ ഡിബഞ്ചർ റീപേ ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രജിസ്റ്റേർഡ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ബിയറർ ഡിബഞ്ചർ. അപ്പോൾ ബിയറർ ഡിബഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയറർ ചെക്ക് കേട്ടിട്ടില്ലേ, അതേപോലെ തന്നെയാണ് ബിയറർ ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ വിച്ച് ആർ പേയബിൾ ടു ബിയറർ ആർ കോൾഡ് ബിയറർ ഡിബഞ്ചർ. ആരാണോ ഡിബഞ്ചർ ക്യാരി ചെയ്യുന്നത്, ബിയർ ചെയ്യുന്നത്, അവർക്കാണ് ഡിബഞ്ചർ റീപേ ചെയ്യുക.
ഓക്കെ, ഇവിടെ ദ നെയിം ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ നോട്ട് റെക്കോർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേര് കമ്പനിയിലുള്ള ആ രജിസ്റ്ററിൽ, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആരാണ് ഡിബഞ്ചർ കൈവശം വെക്കുന്നത് അവർക്കാകും അതിൻ്റെ പേയ്മെൻറ്റ് പോകുക. ഓക്കെ, ദേ ആർ ട്രീറ്റഡ് ആസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് സച്ച് ദേ ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ഡീഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാം, ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കിയുമാണ്. ജനറലി കൂപ്പൺസ് ആർ അറ്റാച്ച്ഡ് ടു സച്ച് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ആൻഡ് ദ ബിയറർ ഓഫ് സച്ച് സർട്ടിഫിക്കറ്റ് ക്യാൻ ക്ലെയിം ദ ഇൻട്രസ്റ്റ് ആഫ്റ്റർ സെൻഡിങ് ദം ടു ദ കമ്പനി. സാധാരണ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെയും ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നെയിം ആ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകില്ല. ആ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഒരു കൂപ്പൺ റേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. എത്രയാണ് കൂപ്പൺ റേറ്റ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഈ ഡിബഞ്ചർ, ആ ബിയർ ഡിബഞ്ചർ ആരാണോ ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളത്, അവർക്ക് കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ രജിസ്റ്റേർഡ് ഡിബഞ്ചറും ബിയർ ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. രജിസ്റ്റേർഡ് ഡിബഞ്ചറിലാകുമ്പോൾ ഈ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റിലും അതേപോലെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ബിയർ ഡിബഞ്ചറിൽ അങ്ങനെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടൈപ്സ് ഓഫ് ഡിബഞ്ചർ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.